ഹായ്, സജിൽ മുമ്പാട് ഹിയർ. ഒരു ചെറിയ കടകൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ്. ലിജോ ചേട്ടനെ കാണുമ്പോൾ ഫസ്റ്റ് ടെൻഷൻ ഉണ്ടാവുക, പിന്നെ ഭയങ്കര എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ്. എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് പുള്ളിനെ കാണുമ്പോൾ. കാരണം പുള്ളി ഒരു മനുഷ്യനാണ്, ഒരു കിഡ് മനുഷ്യനാണ് പുള്ളി. അപ്പോൾ ഷൊർണൂർ ഇറങ്ങിയിട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി ഫേക്കായിരുന്നു, ബട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഈ പടം ചെയ്യാം. ഏകദേശം 3-4 മാസം എനിക്ക് ഇതിന് നമ്മൾ ആ ഒരു ഹോപ്പിൽ നിന്നു. അപ്പം എല്ലാം ഇവിടെ വെച്ച് നിർത്താമെന്ന് പറയുന്ന ആ സമയത്ത് വരുന്നൊരു കോളാണ് എന്നെ ഇന്ന് കടകനിൽ എത്തിച്ചിട്ടുള്ളത്. ഇത് ഒരു സ്ക്രിപ്റ്റായിട്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു ഹോപ്പാണ്, നടക്കുന്നുള്ള ഹോപ്പാണ്. ബട്ട് ഇത് റിലീസ് ആവാനാകുമ്പോഴത്തേക്ക് ടെൻഷൻ, അയ്യോ പറയാൻ പറ്റില്ല, അത്രയും ടെൻഷൻ. ഇതെന്താവും, ആൾക്കാരിത് എങ്ങനെ എടുക്കും, നല്ല ടെൻഷനുണ്ട്. ഹായ്, സജിൽ മുമ്പാട് ഹിയർ. മലപ്പുറത്തു നിന്നാണ്. ഒരു ചെറിയ കടകൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ്, ഒരു കൊച്ചു സിനിമയുടെ ഡയറക്ടറാണ്. നമസ്കാരം. കടകൻ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടതാണ്. കടകൻ സിനിമ എന്താണ് തരുന്നതെന്നുള്ള ഓവറോൾ ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് ഡയറക്ടർ എന്ന നിലയിൽ കടകനെ പറ്റി പറയാൻ ഒരുപാടുണ്ടായിരിക്കും. എനിക്കറിയേണ്ട കടകൻ്റെ ഉണ്ടായ സ്റ്റോറി അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്ന സജിനെ പറ്റിയാണ്. അപ്പം അതിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ലിജോ ജോസ് പിള്ളശ്ശേരി എന്ന ഡയറക്ടറുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. ഇന്നിതാ നമ്മൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം നമ്മുടെ മുമ്പിലും ഉണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റഡായി പോയി. ഞാൻ കിളി മാറി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ലിജോ ചേട്ടനെ കാണുമ്പോൾ എനിക്ക് ലിജോ ചേട്ടനെ കാണുമ്പോൾ ഫസ്റ്റ് ടെൻഷൻ ഉണ്ടാവുക, പിന്നെ ഭയങ്കര എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ്. എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് പുള്ളിനെ കാണുമ്പോൾ. കാരണം പുള്ളി ഒരു മനുഷ്യനാണ്, ഒരു കിഡ് മനുഷ്യനാണ് പുള്ളി. അപ്പോൾ അത്രയും സിനിമേനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എപ്പോഴും സിനിമ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് നിൽക്കാമെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ലിജോ ചേട്ടനോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരിച്ചു പോകാൻ നിൽക്കിയത്. ടെൻഷനാണ്, കാണുന്നത് ഇഷ്ടമാണ്, പക്ഷേ ടെൻഷനാണ് അതോടൊപ്പം തന്നെ ഭയങ്കര. അത് എല്ലാവരുടെയും സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് ലിജോ എന്ന് പറയുന്ന ആൾ ഭയങ്കര പ്രിഷ്യസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ അറിവുള്ളൊരു മനുഷ്യനായിട്ട് ഒക്കെ കാണുന്ന ഒരാളാണ്. എന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നൊരു അവസരത്തിന് വേണ്ടി ഒക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ 23 വയസ്സുകാരൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് സിനിമ. അപ്പോൾ ആ സിനിമയിലേക്ക് എത്തിച്ചേരുന്നു, ലിജോയിലേക്ക് എത്തിച്ചേരുന്നത് ശരിക്കും എങ്ങനെയാണ്? ലിജോ ചേട്ടനിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്, ഞാൻ IFFI ഫിലിം ഫെസ്റ്റിവൽ ഗോവ വെച്ചിട്ടാണ് ലിജോ ചേട്ടനെ ഞാൻ ആദ്യം കാണുന്നത്. ഒരു പടത്തിൻ്റെ സ്ക്രീനിങ്ങായിട്ട് ബന്ധപ്പെട്ട് അന്ന് പരിചയപ്പെട്ടതാണ്. പിന്നെ പുള്ളി ഒരു കാര്യത്തിന് വിളിക്കാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വിളിച്ചിരിക്കും. അത് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊന്ന് അസിസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മലയക്കോട്ടെ വാലിബൽ നടക്കുന്ന സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു 6 മന്ത് മുന്നേ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സജിലെ പരിപാടി ഉണ്ട് വാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ലൈവിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമുണ്ട്. കാര്യം നമ്മളെ പടം കടകൻ അപ്പോഴത്തേക്ക് വന്നു. ബട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ലിജോനെ ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. കാര്യം അത്ര അടിപൊളി മനുഷ്യരാണ്. എനിക്ക് താങ്കളാണ് ഇവിടെ വരുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഗ്രൂപ്പിൽ എനിക്ക് പുള്ളിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞാണ്. അവനൊരു ഡയറക്ടർ അസ്പെറൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ നീ പോര് നമുക്ക് കാണാം അതിനെന്നാന്ന് പറഞ്ഞു. പക്ഷെ അയാളുടെയൊക്കെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അവനൊക്കെ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. നാളെ എന്താവും, എൻ്റെ സിനിമ ആർക്ക് ഇഷ്ടപ്പെടും, ഇനി എൻ്റെ പ്രശ്നമാണോ അതോ സിനിമയുടെ അല്ല എൻ്റെ കഥയുടെ പ്രശ്നമാണോ, ആരിലേക്ക് എത്തണം എന്നൊക്കെ അറിയാണ്ടൊരു അനിശ്ചിതാവസ്ഥയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ ആ നിലയിൽ എത്തിയ ഒരാളൊരു നല്ല വാക്ക് പറഞ്ഞാൽ ഓക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിലാണ് അവൻ കാണണമെന്ന് എനിക്ക് പറഞ്ഞതെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. സോ അങ്ങനെയുള്ള അസ്പിറൻസിനോട് എന്താണ് സജിൻ എന്ന നവാഗത സംവിധായകന് പറയാനുള്ളത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഞാൻ ഈ പരിപാടി സിനിമയുടെ കഥ പറഞ്ഞു, ഒരുപാട് ആൾക്കാരുടെ കഥ പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സിനോട് ഒരുപാട് ആൾക്കാരുടെ കഥ പറഞ്ഞു, ഒന്നും വർക്കായില്ല. ഏകദേശം നമ്മൾ ഒരേ കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു 3-4 പേരൊക്കെ നമ്മളോട് നോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനാവും. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ല എന്നിങ്ങനെ തോന്നും നമുക്ക്. ബട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലെ കുറച്ച് ആൾക്കാർ പറയടാ അത് നല്ല പരിപാടിയാടാ, ആവശ്യമില്ലാണ്ട് മോട്ടറാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അതിൽ കയറിപ്പോവും. അങ്ങനെയാണ് ഞാൻ ഈ സബ്ജക്റ്റ് ഒരു പ്രാവശ്യം തിരുവനന്തപുരത്തുള്ള ഒരാളോട് സബ്ജക്റ്റ് പറഞ്ഞ്, ഒരു പ്രൊഡ്യൂസറോട് സബ്ജക്റ്റ് പറഞ്ഞ് ഞാൻ ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഷൊർണൂർ ഇറങ്ങിയിട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി ഫേക്കായിരുന്നു, ബട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഈ പടം ചെയ്യാം. ഏകദേശം 3-4 മാസം എനിക്ക് ഇതിന് നമ്മൾ ആ ഒരു ഹോപ്പിൽ നിന്നു. അപ്പം എല്ലാം ഇവിടെ വെച്ച് നിർത്താമെന്ന് പറയുന്ന ആ സമയത്ത് വരുന്നൊരു കോളാണ് എന്നെ ഇന്ന് കടകനിൽ എത്തിച്ചിട്ടുള്ളത്. എൻ്റെ ഇപ്പോൾ വന്ന പ്രൊഡ്യൂസർ കലയിൽ എന്ന് പറയുന്ന ആളൊക്കെ നമുക്ക് ഫണ്ട് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ ഏജ് അറിഞ്ഞിട്ട് ഈ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ് കലയിൽ എന്ന് പറയുന്ന ആൾ. അപ്പം പുള്ളിനോട് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടല്ലോ, ആരെങ്കിലൊക്കെ എവിടെന്നെങ്കിലൊക്കെ
എനിക്ക് പറയാനുള്ളത് ഇവരോടല്ല, ഇവരുടെ അതായത് നമ്മുടെ സിനിമ ആഗ്രഹിക്കുന്ന ആളുകളോടല്ല, ഇവരുടെ സർക്കിളുള്ള ആളുകളോട് പറയാനുള്ളത്, ഒരു ഹോപ്പ് കൊടുക്കുക, ചുമ്മാ ഒരു ഹോപ്പ് കൊടുക്കുക, ശരിയാവും, റെഡിയാവും, ഒരു വാക്ക് മതി, ഇവിടെ എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ കടയിൽ ഇറക്കിയിട്ട് പറയാം ബാക്കിയൊക്കെ. അടിപൊളിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെയാണ് കഥ ഒരു സംഭവമാണ്, സിനിമയെ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ, എടാ എനിക്ക് ഇങ്ങനത്തെ ഒരു കഥ വന്നാൽ കൊള്ളാം, ഇങ്ങനത്തെ ഒരു കഥ വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇച്ചിരി ആക്ഷൻ പാക്ഡ് കഥയാണ് ഇപ്പോൾ ആൾക്കാർക്കാണ് ഇഷ്ടം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കിടന്ന് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എത്തരത്തിലായിരുന്നു കടകൻ സംഭവിക്കുന്നതും സജിൻ കഥ ചൂസ് ചെയ്തതും? അതെ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എനിക്കറിയില്ല. നമ്മൾ ചില പ്രൊഡ്യൂസേഴ്സ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, റെഡി, നമുക്ക് അഡ്വാൻസ് വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്തായാലും അവർ വലിയൊരു എമൗണ്ട് ഇറക്കാൻ പോകും, അവർ അന്വേഷിക്കും ഇന്ന ആൾ എങ്ങനെയുണ്ട്, പുള്ളി വർക്ക് ചെയ്തത്, പുള്ളി അപ്പം കുറേ നെഗറ്റീവ്സ് വരും, അവരത് ഒഴിവാക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ ഇതാക്കിയിട്ട്, പക്ഷേ അതിലോടൊന്നും സങ്കടം കേട്ടോ, അവരോടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ. കാര്യം അവരൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡ്യൂസർ കഥ കേട്ടു, പക്ഷേ പുള്ളിക്ക് കഥ കേട്ട് കഥ ഇഷ്ടപ്പെട്ടു, പുള്ളി വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹോപ്പുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി അതിനെ. ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ സിനിമയുടെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ സിനിമ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഉണ്ടായല്ലോ എന്നുള്ള അവനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് അറിയാം സിനിമ ഉണ്ടായി കഴിഞ്ഞാൽ അതിനും വലിയൊരു ടെൻഷനും ചോദിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു സ്ക്രിപ്റ്റായിട്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്കൊരു ഹോപ്പാണ്, നടക്കുന്നുള്ള ഹോപ്പാണ്. ബട്ട് ഇത് റിലീസ് ആവാനാകുമ്പോഴത്തേക്ക് ടെൻഷൻ, അയ്യോ പറയാൻ പറ്റില്ല, അത്രയും ടെൻഷൻ. ഇതെന്താവും, ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും, നല്ല ടെൻഷനുണ്ട്. ഇത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തീർന്നല്ലോ. കാര്യം കുറേ പ്രൊഡ്യൂസേഴ്സ് വെയിറ്റിംഗ് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം ഒരു പുതുമുഖ സംവിധായകൻ വെച്ചിട്ട് പടം ചെയ്യാൻ അവർക്ക് പ്രചോദനമാകുന്നത് ഒരു പുതുമുഖ സംവിധായകൻ ചെയ്ത പടം ഹിറ്റടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഹിറ്റല്ലെങ്കിലും നോർമലി ആളുകൾ ഇഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടുപോയി, ഇഷ്ടപ്പെടണേ. എനിക്ക് ഇനി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആദ്യത്തെ ഷൂട്ടിംഗ് ദിവസമാണ്. അതായത് നമ്മൾ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, ആക്ഷൻ എന്ന് പറയുന്ന ആ മൈക്കിൽ കൂടെ ഇങ്ങനെ എക്കോ അടിച്ചു വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു സജിൻ ഒരുപാട് ആസ്വദിച്ചത്? എന്തായിരുന്നു സിറ്റുവേഷൻ? അല്ല, അതെനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദിവസമായിരുന്നു അന്ന്. പൂജ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു, റെഡിയായി. അപ്പോഴേക്കും എന്താ പറയുക, എനിക്ക് ബാക്കിയുള്ള അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് അവിടെയുള്ള, പ്രത്യേകിച്ച് മലപ്പുറത്ത് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നുമല്ല നോക്കി, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ സീനും ബെറ്റർ ആക്കണം എന്നുള്ളതായിരുന്നു. അപ്പം ആക്ഷൻ എന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് ആക്ഷനേക്കാൾ കൂടുതൽ ആ ആർട്ടിസ്റ്റ് എത്രത്തോളം നന്നായിട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിനെസ്സുമാണ്, അതോടൊപ്പം ടെൻഷനും ഉണ്ട്. ഇതെന്താവും എന്നറിയാത്ത ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ നന്നാക്കണം എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റ് ചെയ്യുന്നു ആ സമയത്ത്. ഒരു നവാഗത സംവിധായകൻ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യമായി കഥ പറയാൻ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് വെച്ചാൽ എന്തൊക്കെയായിരിക്കും? കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് പറയുന്ന സമയത്ത് ഒരുപാട് നമ്മൾ പുള്ളിനെ ബൂസ്റ്റ് ചെയ്യണം. നമുക്ക് പുള്ളിയോട് പറയണം ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ പുള്ളിക്ക് കൊടുക്കണം നമ്മൾ. കാരണം പുള്ളിക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റഡ് തോന്നിയാൽ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്താലുള്ളൂ പുള്ളി അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഥ പറയുന്ന സമയത്ത് കഥക്കകത്തില്ലാത്ത സാധനം പിന്നീട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് പിന്നീട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ചെയ്യാനുള്ളത്. പിന്നെ ജെന്യൂനായിട്ട് നമ്മൾ പോയിട്ട് പറയുക, കഥ പറയുക, പിന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെടണം, അത്രയേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. സിനിമ അറ്റ്ലാസ് എനിക്ക് ചോദിക്കാനുള്ള സിനിമ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അല്ലാണ്ട് ഏറ്റവും കൂടുതൽ മനസ്സിൽ കൊണ്ടു നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനോ സീനോ എന്തെങ്കിലും സിനിമയുമായി കടകനുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? എനിക്ക് സിനിമക്കകത്ത് ഓരോ സീനും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കാര്യം നമ്മളത്രയും അങ്ങനെയല്ലേ നമ്മൾ ഒരു പടം ചെയ്യുമ്പോൾ അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാ സീനും ഒരേപോലെയാണ്. എനിക്ക് ഒരേപോലെയാണ്. നമ്മൾ ഉദ്ദേശിച്ച സംഭവം തന്നെയായിരുന്നു. മീൻസ് ഞാൻ കുറേ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അതിന് വേണ്ടി ഞാൻ കുറേ പരിശ്രമിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അന്ന് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആക്ഷൻ ബാക്ക് വരുന്നൊരു സീക്വൻസ് ഒരുപാടുള്ളൊരു സീനും കൂടെയാണ്. അപ്പം അത് കൊറിയ ചെയ്യുക എന്നുള്ളതും കൂടെ ഒരു ഇതിൻ്റെ ഭാഗമാണല്ലോ. അതെ. എത്രത്തോളം? ഒന്നാമത്തെ കാര്യം നമ്മൾ ഇംപ്രവൈസ് ചെയ്തേക്കാം. സ്ക്രിപ്റ്റ് നമുക്കൊരു ഏരിയ ഉണ്ടാവും, നമ്മൾ നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്തിട്ട് ആ പടം ചെയ്തിട്ടില്ലേ. കാരണം സ്ക്രിപ്റ്റും ചിലപ്പോൾ സിനിമയും തമ്മിൽ രണ്ടുള്ള ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ നന്നായിട്ടുള്ളൂ. കാരണം ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സീനൊക്കെ ഇംപ്രവൈസ് ചെയ്യേണ്ടി വരും.
പിന്നെ ഞാൻ ആദ്യം നമ്മുടെ മാസ്റ്റേഴ്സിനെ ആദ്യം മീറ്റ് ചെയ്തിട്ട് അവരോട് ഇങ്ങനെ ഒരു പരിപാടി വേണ്ടത് നമുക്ക് ഫൈറ്റൊക്കെ, അത് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിരുന്നു. കുറേ റെഫറൻസൊക്കെ കൊടുത്ത് നമ്മൾ ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ടായിരുന്നു ഫൈറ്റൊക്കെ. നമ്മളത് ഏകദേശം ഒരു 3 മാസം മുന്നേ പ്രീ ഇരിക്കുന്നതിന് മുമ്പ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ ഉറപ്പായും കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. ഈ സിനിമ എൻ്റെ കൂടെ ഇരുന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും ഒന്ന് പെട്ടെന്ന് ചിന്തിച്ചാൽ ആരൊക്കെയാണ് ഫ്ലാഷ് ചെയ്ത് പോവുക? ലിജോ ചേട്ടൻ എൻ്റെ കൂടെ ഇരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഫാമിലി, ഉപ്പ ഉമ്മ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരും ഒരുമിച്ചുണ്ടാവണം എന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ. ഇൻഷാല്ലാ അങ്ങനെല്ലാം നടക്കട്ടെ. ഇനിയും ഒരുപാട് സിനിമകളുടെ ഭാഗമായി കാണാൻ വരട്ടെ. എനിക്കറിയാം മനസ്സിലൊരു ബ്രഹ്മാണ്ഡ ചിത്രം ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അതിനൊരു ഇത് വെച്ചിട്ട് വേണം അത് പിടിക്കാമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തായിരിക്കും അറ്റ് ലാസ്റ്റ് ഒരു ഹാപ്പിനെസ് പോയിന്റ് ഒരു മേക്കറിനെ സംബന്ധിച്ച്? എവിടെയാണത്? അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളിൽ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഹാപ്പിനെസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമ്മളൊരു പടം കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് അവർ പറയുമ്പോൾ നമ്മളറിയരുത്, നമ്മളറിയാണ്ട് അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ് ഏറ്റവും നല്ല ഹാപ്പിനെസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവട്ടെ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ ഈ സിനിമ എന്ന് ആശംസിച്ചിട്ട് താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. താങ്ക് യു.